തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ പരിക്കേറ്റ വെടിക്കെട്ട് ലൈസൻസി സതീഷ് ഉൾപ്പെടെ 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 6 പേരുടെ നില തൃപ്തികരമാണ് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. 28 ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ചെന്നാണ് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ സി വിജയൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ 4 പേരാണ് ഗുരുതരമായി ചികിത്സയിൽ തുടരുന്നത്. വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, രാകേഷ്, സതീഷ് എന്നീ 4 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. അതിൽ രാകേഷിന്റെയും ഉണ്ണികൃഷ്ണന്റെയും ഡയാലിസിസ് കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ സതീഷ് തിരുവമ്പാടിയുടെ ലൈസൻസി കൂടിയാണ്. അദ്ദേഹത്തിന്റെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ് അദ്ദേഹം ഉള്ളത്. 90% അദ്ദേഹത്തിന് പൊള്ളലേറ്റിട്ടുണ്ട്. ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് കൂടി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. മറ്റ് 6 പേരുടെ നില തൃപ്തികരമാണ്. ഇവരെ വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ 2 ദിവസം കൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഇപ്പോൾ മരണപ്പെട്ടത് 10 ആളുകളാണ്. അതിൽ 9 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ DNA ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളുടെ DNA എടുത്തിട്ടുണ്ട്. അതിന്റെ പരിശോധന കൂടി നടക്കുകയും ചെയ്യും. 28 ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ DNAക്കായി അയച്ചിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ ഒരു 10-13 ദിവസമൊക്കെ ഇതിന്റെ റിസൾട്ട് വരുന്നതിന് വേണ്ടി വരും. അടിയന്തര സ്വഭാവം കണക്കിലെടുത്ത് 2 ദിവസത്തിനകം തന്നെ ഈ ഒരു DNA പരിശോധനാ ഫലം പുറത്തുവിടാനാണ് ഇപ്പോൾ സർക്കാർ പരിശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് തന്നെ ആദ്യഘട്ട പരിശോധനാ ഫലം പുറത്തേക്ക് വരികയും ചെയ്യും. മറ്റൊന്നുള്ളത്, ഒരു 30ഓളം ശരീരഭാഗങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് DNA എടുക്കുക പോലും അതിൽ വളരെ പരിശ്രമമാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ യൂണിറ്റ്, DNA നടത്തുന്നതിനുള്ള മൊബൈൽ യൂണിറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് തന്നെ എത്തിക്കും. അവിടെ വെച്ചായിരിക്കും ഈ 30 ശരീരഭാഗങ്ങളുടെ DNA പരിശോധന കൂടി നടക്കുക. ഇപ്പോൾ ഈ ഫോറൻസിക് സർജൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 2 പേർ കൂടി ഈ ശരീരഭാഗങ്ങൾ ലഭിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് ഒരു പ്രാഥമിക പരിശോധന നടത്തിയതിൽ 2 പേർ കൂടി മരിച്ചതായിട്ട് കണക്കാക്കാം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കണക്ക് 10 എന്നുള്ളതാണ്. അത് 12 ആകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഷുവർട്ടി അദ്ദേഹം പറയുന്നത് ഈ 2 പേർ കൂടി അതിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്നുള്ളത്, 4 പേരെ കാണാനില്ല എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ 4 പേരുടെയും ബന്ധുക്കളുടെ DNA എടുത്തിട്ടുണ്ട്. അതുകൂടി ഈ പരിശോധനയുടെ ഭാഗമാക്കും എന്നുള്ളതാണ്. അതായത് സുരേഷ്, CA, അഭിജിത്ത്, വിഷ്ണു, ഗിരീഷ്, ഇങ്ങനെ 4 പേരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൺട്രോൾ റൂമിലേക്ക് വിവരം വന്നിരിക്കുന്നത്. അതുകൂടി ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. ദിലീപ് കുമാർ, തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.